Juga. അങ്ങനെ ഞങ്ങളുടെ കൊല്ലം യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. സാമ്പ്രാണിക്കൊടിയിൽ നിന്നും ഇറങ്ങി കുറച്ചു നേരം ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് ടൈം സ്പെൻഡ് ചെയ്തത്. കാരണം നട്ടുച്ചയ്ക്ക് മൺട്രോയിൽ എത്തുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. സോ ഒരു 4:30 ഞങ്ങൾ മൺട്രോയിലെത്തി. ഫ്രണ്ട് ഒരു ചേട്ടന്റെ നമ്പർ തന്നിരുന്നു. വിക്ടർ എന്നാണ് പേര്. ആ ചേട്ടനെ തേടിയുള്ള നടപ്പാണിത്. ഇവിടെ ഒരുപാട് പേര് വള്ളം, കുട്ടവഞ്ചി, പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ് അങ്ങനെയുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ പേര് കയാക്കിംഗ് ചെയ്യുന്നതൊക്കെ കാണായിരുന്നു. പക്ഷെ കുഞ്ഞുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് ആ സ്ഥലം അത്ര പരിചയമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ വള്ളമാണ് ഓപ്റ്റ് ചെയ്തത്. വിക്ടർ എന്നൊരു ചേട്ടനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് വള്ളത്തിന് വേണ്ടിയിട്ട്. അവർക്ക് വള്ളം, പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ്, കുട്ടവഞ്ചി അങ്ങനെ എല്ലാ സർവീസും ഉണ്ട്. വള്ളത്തിന് 1 മണിക്കൂർ നേരത്തേക്ക് 500 രൂപയാണ്. നമുക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാം, അതിനനുസരിച്ച് റേറ്റും കൂടും. പ്രകൃതിയും ചരിത്രവും ഒക്കെ ഇഴചേർന്നു കിടക്കുന്ന ഒരു സ്ഥലം. കേരളത്തിൽ സായിപ്പിന്റെ പേരിൽ ഒരു പ്രദേശം. അതാണ് നമ്മൾ ഈ കാണുന്ന മൺട്രോ ഐലൻഡ്. എട്ട് തുരുത്തുകൾ ചേർന്ന ഒരു ചെറുദ്വീപാണ് മൺട്രോ ഐലൻഡ്. ചെറുതും വലുതുമായ കനാലുകളും തോടുകളും കായലിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകളും പിന്നെ ദേ ആ കാണുന്ന ആർച്ചുണ്ടല്ലോ, അതൊക്കെയാണ് മൺട്രോയുടെ സൗന്ദര്യം. മുൻപത്തെ വീഡിയോയിൽ കണ്ട സാമ്പ്രാണിക്കൊടിയെ പോലെ ഇതൊരു മാൻമെയ്ഡ് ഐലൻഡ് അല്ല. ഇത് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പച്ചത്തുരുത്തുകളാണ്. മൺട്രോ ഐലൻഡിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഈ ആർച്ചുകൾക്ക് നടുവിലൂടെയുള്ള യാത്രയുടെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഒരുപാട് കാണാൻ പറ്റും. കാരണം അത്ര മനോഹരമാണ് ഇവിടം. സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് സമയത്താണ് എത്തുന്നതെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അത്രയും സൂതിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സ്ഥലമൊക്കെ എത്തിയപ്പോൾ എനിക്ക് ബേസിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നത്, ഒരു ഇന്റർനാഷണൽ ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ തോന്നിപ്പിക്കും വിധമുള്ള ഒരു എക്സ്പീരിയൻസ്. ഈ സ്ഥലമൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സവാരിക്കിടെ ഇതുപോലുള്ള ചെറിയ പാലങ്ങളും കാണാം. ചിലത് തല കുനിച്ചു വേണം പാസ് ചെയ്യാൻ, ചിലതിന് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാകും. Juga.
ഒൻമാനിലെ മരിയായോനെ പോലെ മീൻ കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരുമ്പോൾ എത്ര മനോഹരമായ സ്ഥലം എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ മനോഹരമായ പല സ്ഥലങ്ങളെയും പോലെ കാലാവസ്ഥാ വ്യതിയാനം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന സ്ഥലം കൂടിയാണ് ഈ മൺട്രോ ഐലൻഡ്. വേലിയേറ്റ സമയത്ത് ഇവിടെ പല വീടുകളിലും വെള്ളം കയറും. അത് കാരണം പലരും ഇവിടെ നിന്നും വീടുകൾ ഉപേക്ഷിച്ചു വരെ പോയിട്ടുണ്ട്. ഒരു മണിക്കൂർ നേരത്തേക്കാ ഞങ്ങൾ വള്ളത്തിൽ കയറിയത്. പക്ഷേ അതുകൊണ്ടും യാത്ര മതിയായില്ല. സോ അതൊരു 1.5 മണിക്കൂറായി എക്സ്റ്റെൻഡ് ചെയ്തു. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സവാരിക്കിടെ മൺട്രോയ്ക്ക് എങ്ങനെയാണ് ആ പേര് കിട്ടിയത് എന്നുകൂടി പറയാം. ഈ തുരുത്തുകളെ കനാലുകൾ വഴി ബന്ധിപ്പിച്ച ഒരാളുണ്ട്, കേണൽ ജോൺ മൺട്രോ. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ദിവാനായിരുന്നു അദ്ദേഹം. കാർഷിക രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് കേണൽ ജോൺ മൺട്രോ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് മൺട്രോ ഐലൻഡിന് ഈ പേര് നൽകിയത്. നാലരയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് ആദ്യം പറഞ്ഞല്ലോ. വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ ആ സമയം ആപ്റ്റായിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. കാരണം അപ്പോഴേക്കും വെയിലൊക്കെ താന്നു തുടങ്ങും. പിന്നെ നമുക്ക് ഇവിടുത്തെ സൺസെറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുനിയണോ അല്ലേ? അണ്ടർഗ്രൗണ്ട് എത്തി ഗൈസ്. ഗുഗേ ഗുഗേ മൺട്രോയിൽ നിന്നും പോരുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മനസ്സിൽ തോന്നിയത്. ഒന്ന്, ഈ സ്ഥലത്തിന്റെ ഭംഗി ഇതുപോലെ തന്നെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഇനി വരുന്ന ജനറേഷൻസിനും പറ്റണേ എന്നൊരാഗ്രഹം. 2, സാധാരണ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എറണാകുളത്തു നിന്നും പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഓർക്കുമ്പോൾ വാഗമണ്ണും മൂന്നാറും ഒക്കെയാണ് സാധാരണ മനസ്സിലേക്ക് വരാറ്. പക്ഷേ ഇനി ആ ലിസ്റ്റിൽ മൺട്രോ ഐലൻഡും തീർച്ചയായിട്ടും ഉണ്ടാകും.